ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണം ഒരു യുദ്ധമായി മാറിയിട്ട് 2 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇതിനകം യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുക്കള വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമോ എന്നുള്ള ആശങ്കയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പിടിയില്ലാതെ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. യുദ്ധം നീളുകയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യും. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രീ ഡോൺ തോമസ് ഉണ്ട്. അദ്ദേഹം ദേവഗിരി കോളേജിലെ അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനുമാണ്. സ്വാഗതം. 4-5 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്ന് അവസാനിപ്പിക്കും? ഇന്നും പറഞ്ഞത് യുദ്ധം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു, ഇനി പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ പൂർത്തിയാക്കിയാലേ തിരിച്ചു പോരാൻ പറ്റുകയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ എന്താണ് എപ്പോൾ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ലോങ് പെർസ്പെക്റ്റീവ് എടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന്. അതുതന്നെയാണ് അമേരിക്കയ്ക്കും സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. വളരെ വേഗം തീർത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയ അസൈൻമെൻറ്റായി കണ്ട കുട്ടികളുടെ ബാലിശതകൾ കണ്ട 2 നേതാക്കന്മാർ ഈ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണയില്ലാതെ ഉള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇറാനെതിരെ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ 2 പ്രധാനപ്പെട്ട സൈനിക ശക്തികളാണ്. അവരവരുടെ സൈനിക ശക്തി പൂർണ്ണ അർത്ഥത്തിൽ വെളിവാക്കുന്നുമുണ്ട്. പക്ഷേ സൈനിക ശക്തി കൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയില്ല എന്നുള്ള കൃത്യമായൊരു ധാരണയിലേക്ക് എത്തുന്നുണ്ട്. അത് ട്രംപിൻ്റെ ട്വീറ്റുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസം ഓരോന്നും എങ്ങനെയാണ് അത് മാറി എന്താണോ ആദ്യം ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു നിഴല് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളും മാറുന്നുണ്ട്. എന്നാലും പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ എല്ലാ മേഖലകളിലും ടെഹ്റാൻ മുതൽ കോം മുതൽ കുർദിഷ് മേഖലകളിൽ ഉൾപ്പെടെ മുഴുവനായി വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത വ്യോമാക്രമണത്തിലാണ്. ഈ മിക്കവാറും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു യുദ്ധം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യുദ്ധമായി മാറാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ആ ഒരു മാസക്കാലം കൊണ്ട് വളരെയേറെ മാറ്റങ്ങളുണ്ടായി. ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ള തോന്നലിലേക്കൊക്കെ എത്തിയെങ്കിലും വളരെ വേഗമായിരുന്നു തിരിച്ചറിവിലേക്ക്. ഇതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഒരു ശക്തിയില്ലാത്ത ഒരു ഇറാൻ എന്നത് ഇസ്രായേലിന് എക്കാലവുമുള്ള ആവശ്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി യുദ്ധം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് എത്ര കണ്ട് ഈ യുദ്ധത്തിൽ പങ്കാളികനാകാനുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നതുപോലെ സംശയം നിലത്തേണ്ടതാണ്. കാരണം ഇറാൻ ഒരു ശക്തിയല്ലാതായി മാറുക എന്നത് ഒരു കൂടുതൽ ശക്തമായ ഇസ്രായേൽ എന്നുള്ളൊരു സാധ്യതയാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയ യുദ്ധം എന്ന രീതിയിലേക്കാണ് ഇതിൽ മാർക്ക് റൂബിയോ അതിൽ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ യുദ്ധം നടത്തിയത്? ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ആ ഭരണകൂടം അട്ടിമറിക്കുക, മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ അന്ന് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു സംഘർഷം ആദ്യ ദിവസം തന്നെ 150 വനിതകളെ കൊല്ലുന്ന വലിയ കാഴ്ച, തീർത്തും ദാരുണമായ കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണകൂട മാറ്റം അന്ന് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും ഊന്നി പറഞ്ഞതായിരുന്നു, ഈ ഭരണമാറ്റം സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇറാനിൽ. കാരണം ഇറാൻ്റെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പൗരോഹിത്യമാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും അതിനുശേഷമുള്ള ഗവൺമെൻറ് ആണെങ്കിലും മജ്ലിസ് ആകുന്ന പാർലമെൻ്റ് ആണെങ്കിലും ഇതൊക്കെ വളരെ ശക്തമായ സംവിധാനങ്ങളായി വിപ്ലവാനന്തരം, അതായത് ഇസ്ലാമിക് വിപ്ലവാനന്തരം അത് നിർമ്മിച്ച് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂണിലെ അനുഭവം വെച്ചിട്ട് കൃത്യമായി ഇത്തരത്തിലൊരു ആക്രമണം ഇറാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഇസ്രായേലിൻ്റെ ഒരു സാധാരണയായുള്ള മോഡസ് ഓപ്പറാൻഡി ഖമനേയി കൊല്ലപ്പെടുമെന്ന് കൊല്ലപ്പെടുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ? 89 വയസ്സുള്ള ഒരു വയോധികനായ ഒരു മനുഷ്യനെ വ്യോമാക്രമണത്തിലൂടെ കൊല്ലപ്പെടുത്തിയതിനു ശേഷം വയോധികൻ എന്ന നിരത്തിൽ യാതൊരു വിധ പിന്തുണയും ഇല്ല, ജനങ്ങളുടെ ഇടയിൽ വലിയ ജനപ്രീതി ഇല്ലാത്ത ഒരു വയോധികനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ 60 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകനെ അധികാരത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ മകൻ വളരെ സവിശേഷമായൊരു ബയോഗ്രഫിയുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം IRGCയിലൂടെയാണ് വളർന്നു വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു അയത്തുള്ളായി മാറുന്നത്. അയത്തുള്ള എന്ന് പറയുമ്പം ഇസ്ലാമികമായി വളരെ ഒരു പണ്ഡിതനായി മാറുന്നു. അത്തരത്തിൽ ഈ പറയുന്ന ഇറാൻ്റെ സവിശേഷമായ 2 ഇടങ്ങളിൽ IRGCയിലും മതപൗരോഹിത്യത്തിലും കൃത്യമായ ധാരണയുള്ളയാളെ അത്തരത്തിൽ ഇറാൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും, കുറെ കൂടെ ശക്തനായ നേതാവ്. അതാ ഈ അടുത്ത് വിദേശകാര്യ വിദഗ്ധരൊക്കെ പറയുന്നതായിരുന്നു ക്ലർജി വിത്ത് എ ഗൺ എന്നുള്ളതാണ് ഈ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഖമനയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് അതൊന്നും നടപ്പാക്കാതെ പോകുന്ന ഒരു യുദ്ധമായി മാറുകയും ആ തരത്തിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ നടക്കുന്നത്, അവർക്ക് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലാണോ ഒരു ആക്രമണത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സുരക്ഷ അല്ലെങ്കിൽ പ്രതിരോധം എന്നത് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ യുദ്ധം വഴിമാറുന്നുണ്ട്. അപ്പോൾ ഏത് ലക്ഷ്യങ്ങളോടെയാണോ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യങ്ങളിലേക്കൊന്നും എത്താതെ പോകുന്ന ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന 2 പക്ഷങ്ങൾ എന്ന സാഹചര്യമാണ്. ഒരു തരത്തിൽ ഇറാൻ്റെ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ളൊരു യുദ്ധമുറയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെക്കുറിച്ചുള്ള ഒരു ധാരണ, മിസ്കാൽക്കുലേഷൻ യഥാർത്ഥത്തിൽ ട്രംപിനും നെതന്യാഹുവിനും ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഇറാൻ എന്ന സവിശേഷമായ ശക്തിയെ മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്നത് ഇക്കാലം അത്രയും ഈ വെസ്റ്റ് ഏഷ്യയിൽ നിർണായക സാന്നിധ്യമായിരുന്ന ഒരു രാജ്യമാണ്. അത് ഈ രാജ്യം എന്നർത്ഥത്തിൽ അത് സിവിലൈസേഷനുകൾ നൂറ്റാണ്ടുകളോളം അവിടെ നിലനിൽക്കുകയും അതിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അത് ഒരു ഇറാഖ് പോലെ, ഒരു മറ്റേതെങ്കിലും വെനസ്വേല പോലെയോ മറ്റിടങ്ങളിൽ നേടിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്നുള്ള വിജയങ്ങൾക്ക് പോലെയല്ല ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇറാൻ ഇതൊക്കെ പറയുമ്പോഴും ഇറാൻ ഈ പറയുന്ന യുദ്ധത്തിനുടനീളം വളരെയധികം ആക്രമണം ഏറ്റുവാങ്ങി അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാതൊരുവിധ സംശയത്തിനും ഇടയില്ല. കാരണം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോഴേക്ക് എത്തുമ്പോൾ വിക്ഷേപിക്കുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, കൃത്യമായ ടാർഗറ്റിംഗ് സംവിധാനത്തിലൂടെ ലോഞ്ചറുകളെ ആക്രമിക്കുക എന്നുള്ള പദ്ധതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് തന്നെ മിസൈലുകൾ ഉണ്ടെങ്കിലും ഇത് ലോഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അത് സാധ്യമാകില്ല. അത് ഇറാനെ മിസ്കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, എത്ര കണ്ട് എത്ര നാളത്തേക്ക് യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്നതിലാണ് എനിക്ക് തോന്നുന്നു പ്രധാനമായ ഒരു മിസ്കാൽക്കുലേഷൻ നടന്നത്. അത് ആയുധങ്ങളുടെ ശേഖരത്തിലുള്ള മിസ്കാൽക്കുലേഷൻ അപ്പുറത്തേക്ക് അവരുടെ ഒരു ഇച്ഛാശക്തി, അവരുടെ ഒരു ഡിറ്റർമിനേഷൻ, ഒരു ദേശീയതാബോധം തുടങ്ങിയതിനെയൊക്കെ കുറച്ച് കണ്ടതായിട്ട് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഈ IRGC പോലുള്ള സംവിധാനങ്ങൾ, ബാസിജ് പോലുള്ള സംവിധാനങ്ങളെയും വളരെയധികം അതിൻ്റെ പ്രസക്തി, ഇറാനിയൻ സമൂഹത്തിലെ പ്രസക്തിയും വേണ്ട വിധമായി മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചോ എന്നുള്ള സംശയമുണ്ട്. ലെബനനിലോ പലസ്തീനിലോ ഒക്കെ നടത്തിയ ആക്രമണങ്ങളെ പോലെ പെട്ടെന്നുള്ള ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക്, അതായത് തലയറുത്ത് കളയുന്ന സ്ട്രൈക്സ് എന്ന രീതിയിലുള്ള സ്ട്രൈക്സ് വഴി പെട്ടെന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ ഒരു സംവിധാനം തകർന്നു പോകുന്നു, അതിലൂടെ ഭരണമാറ്റം സാധ്യമാകുന്നു എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തീർത്തും ആ കാൽക്കുലേഷനൊക്കെ വളരെ തീർത്തും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇറാൻ മുന്നേറുന്നത്. പക്ഷേ ഇതിലും പറയേണ്ടത് ഇറാനിൽ ഉണ്ടാകുന്ന വലിയ നാശനഷ്ടത്തെക്കുറിച്ചും അതുമൂലം ഉണ്ടാകാൻ പോകുന്ന കാലാകാലങ്ങളിൽ അവർ നേടിയെടുത്തിട്ടുള്ള കുറേ നാളുകളിലായി നേടിയെടുത്തിട്ടുള്ള ഈ പറയുന്ന സാമ്പത്തികമായും മറ്റുള്ള പുരോഗതികളെയൊക്കെ തകർത്ത് പുറകോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇത് ഒരു ഈ ആക്രമണങ്ങൾ കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെ ഇവർ നേരിടാൻ പോകുന്ന ഇത്തരത്തിലുള്ള എങ്ങനെയാണ് പ്രതിരോധത്തിലാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണമാണിത്. ഇറാനെ അസസ് ചെയ്യുന്നതിൽ ഇറാൻ്റെ കരുത്തിനെ, അത് മിലിറ്ററി കരുത്തിനെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട ഒരു അസസ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ സാമൂഹികമായും സാംസ്കാരികമായുമുള്ള അവരുടെ ആ കരുത്ത്, അവരുടെ അന്തർലീനമായ കരുത്തിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇത്. സൈനികമായി മാത്രമല്ല, അവർ വേറൊരു തരത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ശേഷി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്നതിൽ അവർ നടത്തിയത്. ഇതിനെല്ലാം ശേഷം നേരത്തെ ഇപ്പോൾ സൈനിക ശേഷി കുറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു സൂചന
ഈ ഹോർമോസിലേക്ക് അവരുടെ യുദ്ധം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊരു വലിയ സാമ്പത്തിക യുദ്ധമായി മാറിയതോടുകൂടി. അതെ, ഈ കാലഘട്ടത്തിലെ യുദ്ധം എന്ന് പറയുന്നത് കേവലം ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല, അത് കൃത്യമായി തന്നെയും അടിസ്ഥാനപരമായി വാണിജ്യത്തിലും നമ്മുടെ എക്കണോമിക്സിലും ബേസ് ചെയ്തിട്ടുള്ള യുദ്ധം തന്നെയാണ്. ആ യുദ്ധം അപ്രകാരം ചെയ്യാൻ പറ്റുന്നവർക്കാണ് കൂടുതൽ നാൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു അസിമെട്രിക്കൽ യുദ്ധം, ഒരു ഏകപക്ഷീയമല്ലാത്ത രീതിയിൽ രണ്ട് സൈഡുകൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് സൈനികമായ ശേഷി കുറവാണെങ്കിൽ കൂടിയും മറ്റൊരു വലിയ സൈനിക ശേഷിയുള്ള രാജ്യത്തെ പോലും തറപറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ യുദ്ധം ചെയ്യാമെന്നുള്ള സാധ്യതയുള്ളൂ. അവിടെയാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൊക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കുറഞ്ഞു വരുന്ന സൈനിക ശേഷിയെ പോലും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അമേരിക്ക പോലെ ഒരു വലിയ രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ തക്ക അവരെ ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സാധ്യത ഇറാൻ അതിൻ്റെ കരുത്തായി അന്ന് മുതലേ ഹോർമുസ് എന്ന് പറയുന്ന കടലിടുക്ക് കണ്ടിട്ടുണ്ട്. അതിനോടുള്ള സാമീപ്യവും കടലിടുക്കിലുള്ള ഇറാൻ്റെ മിസൈലുകൾക്ക് ആ കടലിടുക്കിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. ഈ ഹോർമുസ് അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ ചലിപ്പിക്കുന്ന എണ്ണയുടെ പ്രധാനപ്പെട്ട ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരിടമാണ്. ഒരു 33 കിലോമീറ്റർ മാത്രം ചിലയിടങ്ങളിൽ വീതിയുള്ള ഈ കടലിടുക്ക് അതാണ് ഈ ചലിപ്പിക്കുന്ന എണ്ണ എത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണോ ആ നിയന്ത്രണം ഈ പറയുന്ന രീതിയിൽ ഈ യുദ്ധത്തെ വലിയ രീതിയിൽ മാറ്റി തീർക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എത്ര തന്നെ ആക്രമണങ്ങൾ ഇറാനിൽ ഏതിടങ്ങളിൽ നടത്തിയാൽ പോലും, ആരെയൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങളോട് ഇല്ലാതാക്കിയാൽ പോലും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കടലിടുക്കിൽ ഉണ്ടാകുന്ന ഈ ത്രെട്ടിനെ മറികടക്കാനുള്ള ഒരു സാധ്യതയും എങ്ങനെയാണ് കുരുക്കഴിക്കുക എന്നുള്ളത് ഇന്നും അമേരിക്കയ്ക്ക് വലിയ തലവേദന. അതിൽ അമേരിക്കയ്ക്ക് ഒരു പാളിച്ച പറ്റുകയും ചെയ്തു. അതിലിപ്പം ഇത് കാൽക്കുലേഷൻ തെറ്റിയത് ഇപ്പം അതിൻ്റെ ഒരു സൂചനയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊള്ളാനെന്ന് മറ്റു രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതെ, ഈ പറയുന്നത് പോലെ വളരെ വേഗം കഴിഞ്ഞു പോകുന്നൊരു യുദ്ധം എന്നതായിരുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലേക്ക് വരുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് ജനഹിതം ഈ ഭരണകൂടത്തിനെതിരാണ്. വളരെ വേഗം നടത്തുന്ന യുദ്ധത്തിലൂടെ ആയത്തുള്ള ഖൊമേനിയെ ഈ പറയുന്ന അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം. ആ കൊല്ലപ്പെടുന്നതിന് ശേഷം വളരെ വേഗം വലിയൊരു ജനകീയ പ്രക്ഷോഭം ഇറാനിൽ ഉടലെടുക്കും. ആ ജനകീയ പ്രക്ഷോഭത്തിലൂടെ വലിയ രീതിയിലുള്ള ഭരണമാറ്റം സാധ്യമാകും. ഇറാൻ ഈ പറയുന്ന വലിയ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ വന്ന ഒരു ഭരണ സംവിധാനം പൂർണ്ണമായി ഇല്ലാതെയാകും. പക്ഷേ ഒരു ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ആത്മീയ നേതാവ് കൂടിയാണ് ഖമേനി. അപ്പോൾ ഒരാളെ കൊല്ലപ്പെടുമ്പോൾ അതും പുണ്യ റംദാൻ്റെ മാസത്തിൽ കൊല്ലപ്പെടുമ്പോൾ അത് വലിയ ഒരു രക്തസാക്ഷി പരിവേഷമാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധികാരിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അദ്ദേഹം കൊല്ലപ്പെടുന്ന രീതി, അദ്ദേഹത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ച് നമ്മുടെ സ്വയംഭരണത്തെ അല്ലെങ്കിൽ സ്വയംഭരണ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ആക്രമിച്ചു കൊല്ലുന്ന രീതി എത്ര കണ്ട് ഏത് രാജ്യത്തിലുള്ള ജനങ്ങൾക്കാണെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. പിന്നെ രണ്ടാമതായ കാര്യം, IRGCയും ബാസിജിൻ്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ പിടിമുറുക്കിയിട്ടുണ്ട് ഇറാനിലെ തെരുവുകളിലും മറ്റിടങ്ങളിലും. ഈ പ്രക്ഷോഭങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർത്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 500-ലധികം അല്ലെങ്കിൽ 1000-ഓട് ആളുകൾ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഈ പറയുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഈ പറയുന്ന ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചൊതുങ്ങാൻ ഒരു തരത്തിൽ ഇറാന് നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിൽ ഈ പറയുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറാൻ്റെ വേറൊരു പദ്ധതിയായി എടുത്ത് കുർദുകളെ ആയുധങ്ങൾ നൽകി ഇത്തരത്തിൽ ഇറാനിലെ ഭരണം പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അമേരിക്ക ആലോചിക്കുന്നു എന്നൊക്കെ പറയുന്നതും, നെതന്യാഹുവിനോട് ഈ അടുത്ത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഭരണമാറ്റം ഉണ്ടാവുമോ, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാനൊന്നും സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ മിസ്കാൽക്കുലേറ്റഡായി എടുത്തുചാടി ചെയ്യേണ്ട ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയ ഒരു യുദ്ധം, ആ യുദ്ധത്തിൻ്റെ അനന്തരം എങ്ങനെ ഇതിൽ നിന്ന് തലയൂരും. ഇതൊരു സാധാരണ യുദ്ധമല്ല. യഥാർത്ഥത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ ഇടപെട്ട യുദ്ധമല്ല. അവിടെ ഉണ്ടാകുന്ന ആൾനാശവും അവിടെ ഉണ്ടാകുന്ന മറ്റ് നാശങ്ങളും അതിനപ്പുറത്തേക്ക് ലോകത്തെ ഇത് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഹോട്ടലുകളെപ്പോലും, നമ്മുടെ അടുക്കളയിൽ പോലും സിലിണ്ടറുകൾ എത്താത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഹോട്ടലുകൾ പലതും, കേരളത്തിലെ പോലും പലതരം ഹോട്ടലുകൾ ഇപ്പം പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ നഗരങ്ങളിൽ ഇപ്പം ഈ LPG സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണയുടെ കാര്യത്തിലുണ്ടാക്കിയിരിക്കുന്ന എണ്ണയുടെ വിലവർധന,
അത് ലോകത്തെ ഏകദേശം വലിയ തോതിൽ മിക്കവാറും രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇറാനിലെ എണ്ണ സമ്പത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുക എന്നുള്ളതിന് അതായിരുന്നു ലക്ഷ്യമെങ്കിലും ഇന്നത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു യുദ്ധമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് എല്ലാ യുദ്ധങ്ങളും നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കും. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ, പശ്ചിമേഷ്യയിൽ എണ്ണ എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ധനം എന്ന രീതിയിൽ അതിൻ്റെ ലഭ്യതയെ ബാധിക്കുന്ന ഏത് യുദ്ധവും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി തന്നെ ബാധിക്കും. നമ്മൾ ഈ ചർച്ചകളിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഈ യുദ്ധം നമ്മളിൽ നിന്ന് വളരെ അകലെയായി നടക്കുന്ന ഒരു സംവിധാനമായി ഇന്ന് തോന്നുമെങ്കിൽ ആ യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ അടുത്തായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അത് നമ്മുടെ എണ്ണ വിലയെ ബാധിക്കും. എണ്ണ വിലയെ ബാധിക്കുന്നതോടെ തന്നെ നമ്മുടെ മുഴുവൻ വസ്തുക്കളുടെയും വിലവർദ്ധന വിലയ്ക്ക് നടത്തും. ഇപ്പോൾ നമ്മൾ കാണുന്ന LPG ക്രൈസിസ്, നമ്മൾ വാങ്ങുന്ന LPGയുടെ അതായത് നമ്മുടെ പാചകവാതകവുമായി ബന്ധപ്പെട്ട വാതകങ്ങൾ വാങ്ങുന്നതെല്ലാം ഖത്തറിൽ നിന്നാണ്. ഖത്തർ പ്രധാനപ്പെട്ട എക്സ്പോർട്ടറാണ്. ഖത്തറിൻ്റെ ഈ പറയുന്ന ഗ്യാസ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് കടന്ന് വേണം ഇങ്ങോട്ടെത്താൻ. അത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കുറഞ്ഞ കപ്പലുകൾക്ക് മാത്രമേ, കുറഞ്ഞ പതാകകൾ എന്നുന്ന കപ്പലുകൾക്ക്, അത് ചൈന പോലെയും റഷ്യ പോലെയുള്ള ചില കപ്പലുകൾക്ക് മാത്രമേ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് കടന്നു പോകാനുള്ള അനുവാദം ലഭിച്ചിട്ടുള്ളൂ. അപ്പം അതിനെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കാലാകാലങ്ങളിലായി നമ്മൾ ഒരു ചേരികളോടും ഒരു ശാക്തിക ചേരികളോടും ചേരുന്നില്ല എന്നുള്ള നയവും നമ്മുടെ കൃത്യമായി തന്നെ നമ്മുടെ സ്വതന്ത്രമായി തന്നെ ഒരു വിദേശകാര്യ നയം നമുക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മെച്ചങ്ങളിലൊന്ന് വെളിവാകുന്ന ഇടം കൂടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷിയോട് ചേർന്ന് നിൽക്കാതെ നമ്മുടേതായ വിദേശകാര്യ നയം, വളരെ സ്വതന്ത്രമായ വിദേശകാര്യ നയവുമായി മുന്നോട്ട് പോകുന്ന സാധ്യതയായിരുന്നെങ്കിൽ കുറേ കൂടി അനുകൂലമായ സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പൊസിഷൻ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഏത് സമയത്തും ഒരു സഹായിയായുള്ളത് ഇസ്രായേലാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങളൊക്കെ നമ്മൾ ഇസ്രായേലിൽ നിന്ന് വളരെ വേഗം എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം അലൈയായി, ഒരു സഖ്യ കക്ഷിയായി ഇസ്രായേലിനെ ഇന്ത്യ കാണുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാവുന്ന സാധ്യത. പക്ഷേ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ്? നീ എടുത്ത് നിരുപമ റാവു എന്ന് പറഞ്ഞ മുൻ വിദേശകാര്യം പറഞ്ഞ് ഒരു തരത്തിലുള്ള ഈ വലിയ ഇസ്രായേലിനോടുള്ള അഭിനിവേശം എന്ന് പറയുന്നതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചിലരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ വിദഗ്ധരെയും നയതന്ത്രജ്ഞരെയൊക്കെ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണകേന്ദ്രങ്ങളെ തന്നെ ബാധിച്ചിരിക്കും ഇസ്രായേലിനോട് വലിയ അഭിനിവേശം. വിധേയത്വമായി മാറി. അത് അഭിനിവേശം ഒരു വിധേയത്വത്തിലേക്ക് പോകുന്ന എന്തോ വലിയ ഇസ്രായേൽ എന്നത് ഈ ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ മനോഹരമായ ഒരു സംഭവമാണെന്നുള്ളൊക്കെ ഒരു തോന്നലിൽ പലപ്പോഴും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ വലിയ വർണ്ണനകളൊക്കെ കേൾക്കാറുണ്ട്. അത് എന്തോ ഇന്ത്യക്ക് കൃത്യമായി തന്നെ എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു വ്യത്യസ്തമായ ഭൂപ്രദേശത്ത് വ്യത്യസ്തമായ ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്ന, ഇത്രയേറെ കണ്ട് ജനപ്പെരുപ്പമില്ലാത്ത, നമ്മളെക്കാളേറെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ അതേപടി നമ്മുടെ ഇന്ത്യ കോപ്പി ചെയ്ത് അതേ ആകണമെന്നുള്ള വലിയൊരു അത്തരത്തിലുള്ള ഒരു അഭിമാനം ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേലിനെ നമ്മുടെ ഒരു സഖ്യകക്ഷിയായി നമ്മുടെ നിർത്തുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇസ്രായേലിനോടുള്ള വരുന്നൊരു വിധേയത്വം എന്ന് പറയുന്നത് നമ്മളെ ഇത്തരത്തിൽ വലിയതായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പ് സ്വീകരിച്ച നയം, റഷ്യയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഇരുവരോടും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുക, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഏത് ഘട്ടത്തിൽ ഏത് ആളുകളുടെ അടുത്തേക്കും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ ഒരുക്കി വെച്ചു. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ നമ്മുടെ 2000 മോദി സർക്കാരിന് ശേഷം, മോദി സർക്കാരിന് മാത്രമല്ല ട്രംപിന് മുമ്പ് അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി തന്നെയൊക്കെ നമ്മൾ ഒരു തരത്തിൽ അമേരിക്കയുമായി പൂർണ്ണ അർത്ഥത്തിലുള്ള ചങ്ങാത്തത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആ ചങ്ങാത്തത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി നമുക്ക് സന്തോഷവാന്മാരായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വലിയ മാറി ചിന്തിക്കാനുള്ള പ്രേരക ശക്തിയായാണ് മാറുന്നത് ഇതെല്ലാം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നതാണ്, നമ്മുടെ അടുത്ത് നിന്ന് നമ്മളുടെ ഒരു മിലിറ്ററി എക്സസൈസിൽ പങ്കെടുക്കാൻ വന്ന ഒരു കപ്പൽ, ഇറാൻ കപ്പൽ നമ്മുടെ വളരെ അടുത്തായി എന്ത് ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. വളരെ ദൂരെയുള്ള ഒരു ഇതിൻ്റെ അലയൊലികൾ നമ്മുടെ വളരെ തൊട്ടടുത്ത്. അതും നമ്മൾ പറയുന്നത്, നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട അവകാശികളിൽ ഒരാൾ ഇന്ത്യയാണ് എന്ന് പറയുന്നിടത്ത്
ആ ആ തങ്ങളുടെ ബാക്ക് യാർഡിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ കരുതി വെക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു 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 ആഗോള ശക്തി എന്നുള്ള ഒക്കെ ഒരു ടാഗൊക്കെ ഉണ്ടല്ലോ, ഒരു വിശ്വഗുരു എന്നൊക്കെ നമ്മൾ പറയുന്ന സംവിധാനത്തിലേക്ക് അതിൽ എത്ര കണ്ട് നമുക്ക് സാധ്യമാകുന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എപ്പോഴും ഈ പറയുന്ന വലിയ ശക്തികളുടെയൊക്കെ വലിയ രീതിയിലുള്ള വിധേയത്വമുണ്ട്. ഡിഗോ ഗാർസിയ പോലെ ജിബോട്ടി വരെയുള്ള വലിയ കഥകളൊക്കെ നമ്മുടെ അധികാര കേന്ദ്രങ്ങളൊക്കെ നമുക്കുണ്ട്. എന്നിരുന്നാൽ കൂടി വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു അമേരിക്കൻ ഈ ഡിഗോ ഗാർസിയ സൈനികത്താവളം ഉണ്ടാക്കുന്ന. അതെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു മഹാസമുദ്രത്തിൽ നിന്ന് നയമെടുക്കാൻ സാധ്യമല്ല. പക്ഷേ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായി സ്വതന്ത്രമായ ഒരു വിദേശകാര്യ നയം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്, സ്വതന്ത്രമായൊരു പാതയാണ്. ആ ബുദ്ധിമുട്ട് ഏറ്റെടുക്കാനുള്ള 56 ഇഞ്ചിൻ്റെ നെഞ്ചളവൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ധൈര്യവും ഒരു കുറെ കൂടി ഭാവിയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം എനിക്ക് പറഞ്ഞു പോകാനുള്ളത്, നമ്മളെ തന്നെ വിശ്വഗുരു എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിശ്വഗുരു എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നൈതികമായി ഉള്ള നിലപാടുകൾ എടുക്കാൻ കൂടിയുള്ള ആർജവം കൂടി നമ്മൾ കാണിക്കണം. അത് യുദ്ധത്തെക്കുറിച്ചാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിച്ച് വധിക്കുമ്പോൾ പോലും അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ പ്രസ്താവന കൊണ്ടെങ്കിലും തള്ളിപ്പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ വിശ്വഗുരു എന്നൊക്കെ എണിത്തണിയുന്ന പട്ടത്തിനെയൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ വലിയ എല്ലാവിധ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി നടത്തുന്ന ആക്രമണത്തെ പോലും ആ ആക്രമണത്തെ അപലപിക്കാതെ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന സന്ദേശം എന്താണ്? നമ്മളൊരു യഥാർത്ഥത്തിൽ വിശ്വഗുരു എന്നൊക്കെ ഗുരുവിനെ ഇത്തരത്തിലൊരു ഗുരുവിനെയാണോ നമുക്ക് ആവശ്യം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഉയർത്തി വെക്കുന്നു. ഇതിൽ നമ്മൾ ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനതകളെ എടുത്താൽ നമുക്കതിലൊരു വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പം ഇന്ത്യയിൽ ഒരു പ്രതിഷേധമുണ്ടാക്കിയാൽ നമ്മൾ അത് വലിയ ദേശദ്രോഹമായി ചിത്രീകരിക്കും. പക്ഷേ അമേരിക്കയിൽ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് $11.3 ബില്യൺ ഈ യുദ്ധത്തിന് വേണ്ടി 6 ദിവസം കൊണ്ട് ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത് 20-25 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് റിപ്പബ്ലിക്കന്മാരുൾപ്പെടെ ആ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. ട്രംപ് അധികാരത്തിൽ വരുന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കുന്നു. അത്തരത്തിലില്ല എല്ലാ യുദ്ധങ്ങളിൽ നിന്നും ഞാൻ പിന്മാറും, അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റിടങ്ങൾ. ഇത് വീണ്ടും അമേരിക്കനെ യുദ്ധത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ച്, അമേരിക്കൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അത് എക്കാലവും ഉപയോഗിച്ചിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ കേസിൽ പോലും കോൺഗ്രസിനെ അറിയിക്കാതെയാണ് യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്നത് ആ ടെൻഡൻസികൾ ഡെമോക്രസി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്ര നമ്മളെല്ലാ നേതാക്കന്മാരിലും കാണുന്ന ഈ പാർലമെൻറ്റിനെയും സംവിധാനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള ട്രംപിൻ്റെ പോക്ക് തന്നെയാണ് നമ്മളിവിടെ വെളിവാകുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം അത് നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക്, അമേരിക്ക ആഗ്രഹിച്ചൊരു യുദ്ധമൊന്നുമല്ല. JD വാൻസിനെ പോലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷകളില്ലായിരുന്നു എന്നുകൊണ്ട് തന്നെയാണ് പറയുക. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അത് റിപ്പബ്ലിക്കൻസിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന നെതന്യാഹുവിന് വേണ്ടി യുദ്ധം നടത്തണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഒക്കെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സവിശേഷമായ സാഹചര്യം അത് മറ്റൊരു സാഹചര്യത്തിലും കൂടിയുണ്ട്. അമേരിക്ക അതിൻ്റെ സൈനിക ശക്തി കൊണ്ടും അതിൻ്റെ സൈനിക പ്രതിരോധം കൊണ്ടുമാണ് ഇക്കാലം അത്രയും ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഒരു കുടക്കീഴിൽ വെച്ചിരുന്നത്. പക്ഷേ അതിനൊരു പോറൽ അല്ലെങ്കിൽ അതിന് വലിയ വിള്ളൽ തന്നെ ഈ യുദ്ധം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ളൊരു വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് അമേരിക്കൻ ബേസുകളുടെങ്ങളാണ്. അതിലൊരു ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഇറാൻ്റെ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, ഈ അടുത്തൊരു പ്രസ്താവന ഇറക്കിയത്, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ സൈനിക താവളം നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ഭാഗമായി ഈ പറയുന്ന രാജ്യങ്ങളിൽ ഏതെങ്കിലും പൗരന്മാർക്കോ മറ്റെന്തോ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള. അത് മാപ്പ് ചോദിക്കും, ഇറാൻ എല്ലാത്തിനും മാപ്പ് ചോദിച്ചു എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അത് സൈനിക താവളങ്ങൾ നടത്തിയ ആക്രമണ ഫലമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് അത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ വലിയ രീതിയിലുള്ള ഈ യുദ്ധത്തിന് ശേഷം, യുദ്ധാനന്തരം വലിയ രീതിയിലുള്ള ഒരു റീഓർഗനൈസേഷന് ഉള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കുക, അമേരിക്ക എന്ന ലോക ശക്തിയുടെ പതിയെ അതിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ
അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. അത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിന് സവിശേഷമായ സാഹചര്യം, യുദ്ധം പോലും ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ശേഷി കുറഞ്ഞു വരുന്നുള്ള യാഥാർത്ഥ്യവും ബോധ്യവും അതിലുണ്ട്. ചൈനയെ പോലെ ഒരു ശക്തി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ശക്തി വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഈ ഇടങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അമേരിക്ക ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ പക്ഷേ അവർ എത്തിപ്പെടാൻ പോകുന്ന വലിയ കുഴികളും കുരുക്കുകളും അമേരിക്ക തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന യുദ്ധം കൊണ്ട് അമേരിക്ക എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അമേരിക്ക ആദ്യം പറഞ്ഞു വെച്ചോ, അതൊന്നും അമേരിക്ക നേടുന്നില്ല എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ക്രൂഡ് ഓയിലിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഇടനാഴിയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് കുറച്ച് കാലത്തേക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് യുദ്ധം എന്ന് പറയുന്നത് കേവലം അമേരിക്കയും ഇറാനും തമ്മിലോ ഇസ്രായേലും കൂടി നേതൃത്വത്തിൽ നടത്തിയ യുദ്ധത്തിനപ്പുറത്തേക്ക് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന യുദ്ധമായി മാറും. ഇനി യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിജയം സാധ്യമാകുന്നെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കൺസെഷൻ അമേരിക്ക തയ്യാറാകേണ്ടി വരും. കാരണം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ എണ്ണ വിഭവങ്ങൾ എത്രയും പെട്ടെന്ന് വിപണിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ എണ്ണയില്ലാതെ ഈ പറയുന്ന ലോകത്തെ ഒരു രാജ്യത്തിന് പോലും കുറേയധികം നാൾ സാധ്യമല്ല. അപ്പോൾ ഇത്തരത്തിൽ എന്നിരുന്നാലും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പ്രധാനപ്പെട്ട കപ്പൽ മോണിറ്ററിംഗ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കോൺഗ്രിഗേറ്റ് ചെയ്തിട്ട് റെഡ് സീലാണ്. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ റെഡ് സീയിലേക്ക് എത്തിക്കാനുള്ള പൈപ്പ് ലൈനുകളും UAE നിന്ന് ഫുജേറയിലേക്ക് എത്തിക്കാനുള്ള പൈപ്പ് ലൈനുകളൊക്കെ ഉണ്ട്. അപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചാൽ പോലും ഈ പറയുന്ന എണ്ണ എത്തിക്കാൻ ഒരു 20% എണ്ണ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് പോലുള്ള നിർണായകമായ അതാണ് ഭൂമിശാസ്ത്രം എങ്ങനെയാണ് നിർണായകമാകുന്നത് ഒരു യുദ്ധത്തിൽ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഈ സംസ്ഥാനങ്ങൾക്കിടയിൽ എവിടെ പോലും ഒരിക്കൽ പോലും അമേരിക്കൻ പട്ടാളത്തെ ഇറാനിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ചർച്ച പോലും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ചർച്ച ഉണ്ടായാൽ തീർച്ചയായും യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരണമെന്നുള്ള ബോധ്യതയാണ് വിയറ്റ്നാം മുതൽ അവർ അനുഭവിച്ചുകൊണ്ട് വരുന്നത്. അഫ്ഗാനിസ്ഥാനിലും ചെറിയ രാജ്യമായിട്ട് പോലും അഫ്ഗാനിസ്ഥാനിൽ വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും വലിയ പാഠങ്ങൾ തരുന്നുണ്ട്. നമുക്ക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് 4K 8K HD റെസൊല്യൂഷനിൽ കാണുമ്പോൾ അതിനെക്കുറിച്ച് വലിയ ആവേശമുണർത്തുന്നതാണ്, ദേശീയത ഉണർത്തുന്നതാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ കെടുതി എന്ന് പറയുന്നത് അത്ര കണ്ട് നമുക്കത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ കെടുതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധാനന്തരം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന വലിയ അതിൻ്റെ അലയൊലികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നില്ല. ഇപ്പോൾ ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് ഞാൻ വാർ സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മേഖലയാണ് വാർ സ്റ്റഡീസ്. അവരെ സംബന്ധിച്ച് ഈ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച വെപ്പൺസ്, അതായത് നമ്മുടെ സയൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യ വിഭവശേഷിയുടെയൊക്കെ ഏറ്റവും ഉന്നതമായ പ്രകടനമായിട്ട് വേണമെങ്കിൽ യുദ്ധത്തെ നമുക്ക് കാരണം അതിൽ ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ, ബോംബുകൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര മനുഷ്യൻ്റെ പട്ടിണിയോ ദാരിദ്ര്യമോ ദുഃഖമോ അകറ്റാൻ വേണ്ടി ഈ പറയുന്ന സംവിധാനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ പരസ്പരം കൊന്നൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ സംവിധാനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു നശ്വരത എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കുറിച്ച് ബോധ്യവാന്മാരാക്കുന്നത്. അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇപ്പോൾ ഗസയിലൊക്കെ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ 1,70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ട് നമ്മൾ വളരെ നിസ്സംഗമായിട്ടാണ് ഒരുപക്ഷെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും അതിൽ ആവേശം കൊള്ളുകയൊക്കെ ചെയ്ത ഒരുപാട് മനുഷ്യന്മാർ. യുദ്ധം വളരെ 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 നമുക്കിപ്പോൾ എന്തോ എവിടെയോ നടക്കുന്ന യുദ്ധം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളൊരു തോന്നൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിൽ എല്ലാവരെയും ബാധിക്കുന്ന യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിച്ച് പോകാതെ. കാരണം ഗ്യാസ് സിലിണ്ടറുകൾക്കുണ്ടാകുന്നു, പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടാകുന്നു, ഹോട്ടലുകളിൽ വിഭവങ്ങളുടെ എണ്ണം ചുരുങ്ങുന്നു. പ്രത്യേകിച്ച് ഈ മാസത്തിൽ റംസാനോടടുത്ത് കൂടുതലായ ആളുകൾ ഈ പറയുന്ന രീതിയിൽ വിഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ നോമ്പുതുറ സൽക്കാരങ്ങളിലേക്ക് ഭക്ഷണ വൈവിധ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ നമ്മളുടെ ചോയ്സുകൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു നമ്മളിൽ നിന്ന് വളരെ ദൂരെ അകലെയുള്ള ഒരു പ്രദേശത്ത്. ഇത് മാത്രമല്ല
ഇതിനോടകം 2 ഹോർമസ് കടലിടുക്കിലെ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ യുദ്ധം ഇതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊല്ലപ്പെടാൻ പോകുന്നതും നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലും ജീവിച്ചിരുന്ന മനുഷ്യർ കൂടിയാണ് എന്നുള്ള ബോധ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധത്തിനെതിരായിട്ട് നമുക്ക് വലിയൊരു ബോധ്യങ്ങൾ ഉണ്ടാകേണ്ട ഒരവസരം കൂടിയാണ്. യുദ്ധം നടക്കുന്നു, യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്നു, യുദ്ധത്തിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് നമുക്ക് ധാരണയില്ല, യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടിയും യുദ്ധം എന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം എന്നതൊരു വലിയ ദുരിതമാണ് ലോകത്തിൽ സമ്മാനിക്കുന്നത്. ഏത് ചെറിയ യുദ്ധവും വലിയ ദുരിതങ്ങളാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ഈ യുദ്ധവും വ്യത്യസ്തമല്ല. ലോകത്തിന് വലിയ ദുരിതങ്ങൾ തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു വലിയ വികാരം തന്നെയാണ് ലോകത്തിനുണ്ടാകേണ്ടത്. നമുക്ക് അവസാനിപ്പിക്കാം.